നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. അതായത് ഫെബ്രുവരി 1 മുതൽ 5 വരെയുള്ള ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ പറ്റിയിട്ടാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 നടന്നതാണ്. ജനുവരിയിലാണ്. ജനുവരി 19 മുതൽ 31 വരെയാണ് നടന്നത്. ഇത് 6ാമത്തെ എഡിഷനാണ്, 6ാമത്തെ തവണയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. നടത്തിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിൽ വെച്ചിട്ടാണ്. ചെന്നൈ, അതുപോലെ തന്നെ മധുരൈ, തൃച്ചി, അതുപോലെ തന്നെ കോയമ്പത്തൂർ, തമിഴ്നാട്ടിൽ വെച്ചിട്ടാണ് നടത്തിയതെന്നും കൂടി ഓർക്കുക. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2024 തമിഴ്നാട്ടിൽ വെച്ചിട്ട് ചെന്നൈ, മധുര, അതുപോലെ തന്നെ തൃച്ചി, പിന്നെ കോയമ്പത്തൂർ. ജനുവരി 19 മുതൽ 31 വരെയാണ് നടത്തിയത്. 6ാമത്തെ എഡിഷനാണ് നടത്തിയത്. ഇനി ആരൊക്കെയാണ് ഒന്നാം സ്ഥാനം നേടിയെന്ന് നോക്കാം. 1 മഹാരാഷ്ട്ര, 57 സ്വർണ്ണമുണ്ട്, 48 വെള്ളി, 53 ബ്രോൺസ്, മൊത്തം 158 മെഡലും. രണ്ടാമതായിട്ടുള്ളത് തമിഴ്നാടാണ്. 38 ഗോൾഡ് ഉണ്ട്, അതുപോലെ തന്നെ 21 വെള്ളി, 39 വെങ്കലം, എല്ലാം കൂടി കൂട്ടി 98 മെഡൽ. മൂന്നാമതുള്ള ഹരിയാനയാണ്. 35 ഗോൾഡ്, 35 ഗോൾഡ്, അതുപോലെ തന്നെ 22 വെള്ളി, പിന്നെ 46 വെങ്കലം, എല്ലാം കൂടി കൂട്ടി 103 ടോട്ടൽ മെഡൽ. ഹരിയാനേൻ്റെ ഗോൾഡ് സിൽവർ നോക്കണമെന്നില്ല, മൊത്തമുള്ള നോക്കിയാലും മതി. ഇല്ലെങ്കിൽ ഗോൾഡ് എന്തായാലും നോക്കി വെക്കുക. ഒന്നാമത്തെ മഹാരാഷ്ട്ര 57, തമിഴ്നാട് 38, 35 ഹരിയാന. പിന്നുള്ളതാണ് കേരളത്തിൻ്റെ സ്ഥാനം. 9ാം സ്ഥാനമാണെന്ന് നോക്കുക. ആകെ 11 ഗോൾഡ്, 9 വെള്ളി, 15 വെങ്കലം, എല്ലാം കൂടി ആകെ 35 ടോട്ടൽ. അപ്പോൾ ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര 57 ഗോൾഡ്, 47 വെള്ളി, 53 ബ്രോൺസ്, എല്ലാം കൂടി ആകെ 158. പിന്നെ തമിഴ്നാട് 38 ഗോൾഡ്, ഹരിയാന 35, പിന്നെ കേരളം 9ാം സ്ഥാനം. അത് നിർബന്ധമായിട്ട് നോക്കുക. 11, 9, 15, ആകെ 35 മെഡലും നേടിയിട്ടുണ്ട്. അടുത്താണ് GST റവന്യൂ കളക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജനുവരിയിലത്തെ ആണ് പറയുന്നത്, എന്നാൽ ഡിസംബറിലെയും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഡിസംബറിൽ കിട്ടിയിരിക്കുന്നത് 1,64,288 കോടി ആണ്. അതായത് പൊതുവെ ഇത് തരുന്നത് 1.65 എന്നൊക്കെയാണ്. എന്നാലും ഇതിൻ്റെ യഥാർത്ഥതാണ് ഇപ്പോൾ ഈ തന്നിരിക്കുന്നത്. 1,64,288 കോടി. ഇനി ജനുവരിയിലേക്ക് വന്നാൽ 1,72,129 കോടി. അതൊന്ന് നോക്കി വെക്കുക. അടുത്താണ് നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലേക്ക് നോക്കുന്നത്. ഹു ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ സുബേദാർ ഓഫ് ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആരാണെന്നാണ് ചോദ്യം. എ സുരേഖ യാദവ്, ബി ശിവ ചൗഹാൻ, സി പ്രീതി രാജക്, ഡി സുരഭി ജഗ്മോഹ. കറക്റ്റ് ആൻസർ പ്രീതി രാജക് ആണ് ഇന്ത്യൻ ആർമിയിലെ ആദ്യത്തെ വനിതാ സുബേദാർ. ഇനി കുറച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ആർമി, അതായത് ആർമഡ് ഫോഴ്സസിലേക്ക് വന്നിരിക്കുന്ന ആദ്യത്തെ വനിതകളെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെയാണ് സീമ റാവു. സീമ റാവു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 15,000-ഓളം കമാൻഡോസിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ വനിതയാണ്. ഒരു കമാൻഡോ ട്രെയിനറും കൂടിയാണ് ഈ സീമ റാവു എന്ന് പറഞ്ഞാൽ. ഏതാണ്ട് 15,000-ഓളം കമാൻഡോസിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ നമ്മൾ സീമ റാവുവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതായത് 15,000-ഓളം കമാൻഡോസിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു കമാൻഡോ ട്രെയിനറാണ് സീമ റാവു. അടുത്താണ് ഗുഞ്ചൻ സക്സേന. ഗുഞ്ചൻ സക്സേന എന്ന് പറഞ്ഞാൽ കാർഗിൽ വാർ സോണിലേക്ക് ഫ്ലൈ ചെയ്ത പറത്തിയിട്ടുള്ള ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥയാണ് ഗുഞ്ചൻ സക്സേന. അപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. പിന്നെ മൂന്നാമത്തെയാണ് ലഫ്റ്റനന്റ് കേണൽ മിതാലി മധുമിത. 2018 സേനാ മെഡൽ നേടിയിട്ടുള്ള വനിതയാണ് മിതാലി മധുമിത. നാലാമത്താണ് സോഫിയ ഖുറേഷി. സോഫിയ ഖുറേഷിനെ പറ്റി പറയുകയാണെങ്കിൽ മോസ്കോയിൽ നടന്നിട്ടുള്ള പരേഡിൽ ഒരു വനിത ഇന്ത്യൻ ആർമീനെ നയിച്ചത് ആദ്യമായിട്ടുള്ള വനിതയാണ് ഈ സോഫിയ ഖുറേഷി. അതായത് മോസ്കോയിൽ വെച്ചിട്ട്
ഉള്ള ഒരു പരേഡ്, അതായത് നമ്മുടെ ആർമി അവിടെ പോയി, അപ്പോൾ അവിടെ ഒരു പരേഡ് നടത്തി. അങ്ങനെ ആ പരേഡിൽ ഒരു ഇന്ത്യൻ ആർമിയെ നയിച്ച ആദ്യത്തെ വനിതയാണ് സോഫിയ ഖുറേഷി. അപ്പോൾ ഒന്ന് സീമ റാവു, കമാൻഡോസിനെ ട്രെയിൻ ചെയ്തിട്ടുള്ള വനിതയാണ് സീമ റാവു. രണ്ടാമത്താണ് ഗുഞ്ചൻ സക്സേന, കാർഗിൽ യുദ്ധസോണിലേക്ക് ഫ്ലൈ ചെയ്തിട്ടുള്ള വിമാനം പറത്തിയിട്ടുള്ള വനിതയാണ് ഗുഞ്ചൻ സക്സേന. പിന്നെ മിതാലി മധുമിത സേനാ മെഡൽ നേടിയിട്ടുണ്ട് 2018. പിന്നെ ഒരു വിദേശ രാജ്യത്ത് വെച്ച് ഇന്ത്യൻ ആർമീനെ നയിച്ചിട്ടുള്ള ഒരു വനിതയാണ് ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള സോഫിയ ഖുറേഷി. അടുത്താണ് പ്രിയ ജിങ്കൻ, അതായത് 1992 ഇന്ത്യൻ ആർമിയിലേക്ക് കമ്മീഷൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ വനിതയാണ് പ്രിയ ജിങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്താണ് മിൻഡി അഗർവാൾ. മിൻഡി അഗർവാൾ എന്ന് പറഞ്ഞാൽ യുദ്ധസേവാ മെഡൽ നേടിയിട്ടുണ്ട് 2019. അപ്പോൾ മിൻഡി അഗർവാളിനെ പറ്റി പറയുകയാണെങ്കിൽ യുദ്ധസേവാ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ വനിത 2019. ഇതൊക്കെ ആദ്യം നേടിയിട്ടുള്ള വനിതകളെ പറ്റിയിട്ടാണ് നമ്മൾ. അപ്പോൾ യുദ്ധസേവാ മെഡൽ നേടിയിട്ടുള്ളത് മിൻഡി അഗർവാൾ. അടുത്താണ് പൂജ താക്കൂർ. പൂജ താക്കൂറിനെ പറ്റി പറയുകയാണെങ്കിൽ 2015 രാഷ്ട്രപതി ഭവനിൽ വെച്ച് നടന്നിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ നയിച്ച വനിതയാണ് പൂജ താക്കൂർ. പിന്നെ അടുത്താണ് സുമൻ ഗവാനി. UN മിലിറ്ററിൻ്റെ അഡ്വക്കേറ്റ് ഓഫ് ഇയർ അവാർഡ് 2019 നേടിയിട്ടുള്ള വനിതയാണ് സുമൻ ഗവാനി. അടുത്താണ് താനിയ ഷെർഗിൽ. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ എല്ലാ ഒരു ആണുങ്ങളുടെ ഒരു ടീമിനെ നയിച്ചിട്ടുള്ള വനിതയാണ് താനിയ ഷെർഗിൽ. സോ ആദ്യം നമുക്ക് ഒന്ന് നോക്കാം. പ്രിയ ജിങ്കൻ, അതായത് 1992 ആദ്യം കമ്മീഷൻ ചെയ്തിട്ടുള്ള ഇന്ത്യൻ ആർമിയിലേക്ക് കമ്മീഷൻ ചെയ്തിട്ടുള്ള ആദ്യത്തെ വനിതയാണ് പ്രിയ ജിങ്കൻ. അടുത്താണ് മിൻഡി അഗർവാൾ. മിൻഡി അഗർവാൾ എന്ന് പറഞ്ഞാൽ 2019 യുദ്ധസേവാ മെഡൽ നേടിയിട്ടുള്ള മിൻഡി അഗർവാൾ. അടുത്താണ് പൂജ താക്കൂർ. രാഷ്ട്രപതി ഭവനിൽ 2015 ഗാർഡ് ഓഫ് ഓണർ നയിച്ച വനിതയാണ് പൂജ താക്കൂർ. അടുത്താണ് സുമൻ ഗവാനി. സുമൻ ഗവാനി എന്ന് പറഞ്ഞാൽ UN മിലിറ്ററി അവാർഡ് നേടിയിട്ടുള്ള മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദ ഇയർ അവാർഡ് 2019 നേടിയിട്ടുള്ള വനിതയാണ് സുമൻ ഗവാനി. അടുത്താണ് താനിയ ഷെർഗിൽ. 2020 റിപ്പബ്ലിക് ദിന പരേഡിലെ ഓൾ മെൻ കണ്ടിൻജൻറ്റിനെ നയിച്ചിട്ടുള്ള വനിതയാണ്. അതായത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഒരു ആണുങ്ങളുടെ ഒരു ടീം ഉണ്ടാവില്ല, അതിനെ നയിച്ചിട്ടുള്ള ആദ്യ വനിതയാണ് താനിയ ഷെർഗിൽ. അടുത്താണ് പ്രേരണ ഡിയോസ്താൽ. INS ചെന്നൈ എന്ന കപ്പലിൻ്റെ ആദ്യത്തെ ലെഫ്റ്റനൻറ്റ് കൂടിയാണ്. അതുപോലെ തന്നെ ഒരു വാർഷിപ്പ് കമാൻഡ് ചെയ്യുന്ന ആദ്യത്തെ വനിതയാണ് ഡിയോസ്താൽ, പ്രേരണ ഡിയോസ്താൽ. പിന്നെ അടുത്താണ് ഷാലിസ ദാമി. ഷാലിസ ദാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫ്രണ്ട് ലൈൻ കമാൻഡ് കോമ്പാക്ട് യൂണിറ്റിനെ നയിച്ചിട്ടുള്ള വനിതയാണ് ഷാലിസ ദാമി, ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ്. അടുത്താണ് ദീപിക മിശ്ര. വായുസേവ മെഡൽ നേടിയിട്ടുള്ള വനിതയാണ് ദീപിക മിശ്ര. അടുത്താണ് ശിവ ചൗഹാനെ നമുക്കറിയാം, സിയാച്ചിൻ ഗ്ലേസിയറിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ശിവ ചൗഹാൻ. അടുത്താണ് കേണൽ സുനിത എന്ന് പറഞ്ഞ ആർമി മെഡിക്കൽ കോർപ്പറേഷനിലെ ഒരു ലേഡിയാണ്. ടു കമാൻഡ് ആംഡ് ഫോഴ്സസ് ട്രാൻസ്ഫ്യൂഷൻ സെൻറ്റർ ഡൽഹി. ഈ ആർമി മെഡിക്കൽ യൂണിറ്റിലെ വനിതയാണ് ഈ കേണൽ സുനിത എന്ന് പറഞ്ഞിട്ടുള്ള ആംഡ് ഫോഴ്സസ് ട്രാൻസ്ഫ്യൂഷൻ സെൻറ്ററിലേക്ക് കമാൻഡ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട വനിതയാണ് സുനിത. അടുത്താണ് സുരഭി ജഗ്മോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് നിയോഗിക്കപ്പെട്ട വനിതയാണ് സുരഭി ജഗ്മോള. പ്രത്യേകിച്ച് അത് നേപ്പാൾ എന്ന രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസൈൻമെൻറ്റിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. പിന്നെ അടുത്താണ് മിസോറാം ഗവർണറിൻ്റെ 8D ക്യാമ്പിലേക്ക് 8D ക്യാമ്പ് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വനിതയാണ് മനീഷ പടി. അടുത്താണ് സുജിത ശേഖർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സോൺ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ബറ്റാലിയനിലേക്ക് നിയോഗിക്കപ്പെട്ട വനിതയാണ്. അത് നയിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വനിതയാണ് സുജിത ശേഖർ. ആർമി സർവീസസ് കോർപ്പറേറ്റിലെ വനിത കൂടിയാണ്. അടുത്താണ് ഗീതാ റാണ പറ്റി പറയുകയാണെങ്കിൽ കോർപ്സ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് ഇവരെ അതായത് ടു ടേക്ക് ഓവർ ദ കമാൻഡ് ഓഫ് ദ ഇൻഡിപെൻഡൻറ്റ് ഫീൽഡ്
വർക്ക്ഷോപ്സ് ഇൻ എ ഫോർവേഡ് ആൻഡ് റിമോട്ട് ലൊക്കേഷൻ ഇൻ ഈസ്റ്റേൺ ലഡാക്ക്. ഈസ്റ്റേൺ ലഡാക്കിലുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള നേതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട വനിതയാണ്. ഇലക്ട്രോണിക്സ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഗീത റാണേനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇത്രയാണ് വനിതകളെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ള ഇന്ത്യൻ ആർമിയിൽ. ഇനി അടുത്ത് നമുക്ക് നോക്കാം മോസ്റ്റ് വാല്യുബിൾ കമ്പനി ഇൻ ഇന്ത്യ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇതാണ് ഇന്ത്യയിലത്തെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമ്പനി ആയിട്ട് പറയുന്നത്. എന്നാൽ ആഗോള റാങ്കിൽ 44 വരുന്നുണ്ട്. രണ്ടാമത്താണ് TCS. വേൾഡ് റാങ്കിലാണെങ്കിൽ 60, മൂന്നാമത്തെ ആണെങ്കിൽ HDFC. വേൾഡ് റാങ്കിലാണെങ്കിൽ 68 വരുന്നുണ്ട്. മോസ്റ്റ് വാല്യുബിൾ കമ്പനി 1 TCS റിലയൻസ്, 2 TCS, 3 HDFC. അടുത്താണ് ബ്രിക്സ് മെമ്പേഴ്സിനെ പറ്റിയിട്ട് പറയാം. ഓക്കെ, സോ ബ്രിക്സ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേര് തന്നെ നമുക്ക് കിട്ടും. BRICS. ഒന്ന് ബ്രസീൽ, B ഫോർ ബ്രസീൽ, R ഫോർ റഷ്യ, I ഫോർ ഇന്ത്യ, C ഫോർ ചൈന, S ഫോർ സൗത്ത് ആഫ്രിക്ക. ഇതാണ് ബ്രിക്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ആക്ച്വലി ഈ ബ്രിക്സ് എന്ന മെമ്പറിൻ്റെ ഇത് സ്ഥാപിക്കുന്നത് 2006 അന്ന് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഇവർ 4 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അന്ന് 2006 ഇത് ഫോം ചെയ്തപ്പോൾ ഈ 4 രാജ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഈ സൗത്ത് ആഫ്രിക്ക ഇതിൽ അംഗമാവുന്നത്. അത് 2010 അപ്പോൾ ബ്രിക്സ് രൂപീകരിച്ചത് 2006. ബ്രസീൽ, റഷ്യ, ഇന്ത്യ ആൻഡ് ചൈന ഉണ്ടായിരുന്നുള്ളൂ. 2010 സൗത്ത് ആഫ്രിക്ക കയറി വന്നു, ഇതിൽ മെമ്പറായി. ഇപ്പോൾ 2024 വേറെ ഒരു 5 രാജ്യങ്ങളും ഇത് അംഗമായിട്ടുണ്ട്. അവരാണ് ഒന്ന് സൗദി അറേബ്യ. 5 രാജ്യങ്ങൾ ഇതിൽ അംഗമായിട്ടുണ്ട്. 1 സൗദി, 2 UAE, 3 എത്യോപ്യ, 4 ഇറാൻ, 5 ഈജിപ്ത്. അപ്പോൾ ബ്രിക്സ് എന്ന മെമ്പർ സംഘടനയിൽ മൊത്തം 4 ഉണ്ടായിരുന്നത്. പിന്നെ സൗത്ത് ആഫ്രിക്ക 2010 കയറി വന്നു. അതിനുശേഷം പിന്നെ 2024 ഒരു 5 രാജ്യം കൂടി ഇതിൽ മെമ്പറായിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, എത്യോപ്യ, ഇറാൻ, ഈജിപ്ത്. ഇനി അടുത്ത് നമുക്ക് റംസാർ സൈറ്റിനെ പറ്റി പഠിക്കാം. റംസാർ സൈറ്റ് നമുക്കറിയാം തണ്ണീർത്തട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. വേൾഡ് വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത് ഫെബ്രുവരി 2 നമുക്കറിയാം. ഇന്ത്യ ഇതിൽ അംഗമായത് 1982 ഫെബ്രുവരി 1. മാത്രമല്ല ഇപ്പോൾ ഈ ലിസ്റ്റ് അടുത്ത ഇവിടെ ഒന്ന് പുതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൊത്തം സൈറ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 80. ഏറ്റവും കൂടുതലുള്ളത് ഏതാണെന്ന് വെച്ചാൽ തമിഴ്നാടാണ്, 16 തമിഴ്നാട്. രണ്ടാമത് UP ആണ്. അപ്പോൾ തമിഴ്നാടിൽ നിന്ന് ഇപ്പോൾ ഈ അടുത്ത് 2 വന്നിട്ടുണ്ട്. ആ 2 ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കരൈവെട്ടി ബേർഡ് സാങ്ച്വറിയാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ ലോങ്വുഡ് ഷോള റിസർവ്. പിന്നെ ഇതിൻ്റെ സെക്രട്ടറി ജനറലായിട്ട് വരുന്നത് മുസോണ്ട മോംബ. പിന്നെ അതിൻ്റെ തീമായിട്ട് പറയുന്നത് 2024, അതായത് ഫെബ്രുവരി 2 അപ്പോൾ ഫെബ്രുവരി 2 2024 തീമായിട്ട് വരുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്സ് എന്നുള്ളതാണ്. 2024 തീമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ്. ഇനി ഇത് കൂടാതെ നമുക്ക് 2023, 22, 21 തീമും കൂടി നമുക്കൊന്ന് ഇതിൻ്റെ ഒപ്പം ഒന്ന് നോക്കാം. അപ്പോൾ 2024 നമ്മൾ പറഞ്ഞു വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞു. 2023 എത്ര റെസ്റ്റോറേഷൻ, വെറ്റ്ലാൻഡ് റെസ്റ്റോറേഷൻ എന്നാണ്. 2022 ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ, വെറ്റ്ലാൻഡ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ. 2021 വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ. എല്ലാത്തിൻ്റെ കൂടെ ഇതിൽ ആദ്യത്തെ വെൽബീയിങ്, രണ്ടാമത്തെ റെസ്റ്റോറേഷൻ, പിന്നെ പീപ്പിൾ ആൻഡ് നേച്ചർ, പിന്നെ വാട്ടർ. അപ്പോൾ ഒന്ന് ഓർത്തിക്കുക, WPRW. ഈ ഷോർട്ട് ഫോം ഒന്ന് നോക്കിയാൽ നമുക്കറിയാം. വാട്ടർ, അതുപോലെ തന്നെ പീപ്പിൾ ആൻഡ് റെസ്റ്റോറേഷൻ, പിന്നെ പീപ്പിൾ ആൻഡ് നേച്ചർ, പിന്നെ റെസ്റ്റോറേഷൻ, പിന്നെ വെൽബീയിങ്. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് നോക്കാം. റംസാർ സൈറ്റ് ഇന്ത്യയിലും മൊത്തമുള്ള 80 സൈറ്റ്, ഇന്ത്യയിൽ നിന്നുള്ള 80 സൈറ്റുകളാണ്. വെറ്റ്ലാൻഡ് ആയിട്ട് പറയുന്നത് ഫെബ്രുവരി 2, ഇന്ത്യ അംഗമായത് 1982 ഫെബ്രുവരി 1. തമിഴ്നാട് നിന്നാണ് ഏറ്റവും കൂടുതൽ സൈറ്റുള്ളത്, 16 ഉണ്ട്. അതിൽ 2 പുതിയതായിട്ട് വന്നു. ഒന്ന് കരൈവെട്ടി ബേർഡ് സാങ്ച്വറി, 2 ലോങ്വുഡ്. സെക്രട്ടറി ജനറൽ മുസോണ്ട മോംബ. 2024
തീമാണ് വെറ്റ്ലാൻഡ് ആൻഡ് ഹ്യൂമൻ വെൽബീങ്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ തീംസ് മാത്രം നമ്മൾ നോക്കുകയാണ്. 2021 അതുപോലെ തന്നെ 2022, 23, 24 ഇത് ഈ വെറ്റ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് നോക്കാം. നമ്മുടെ ഈ കോഡ് പ്രകാരം WPRH ഓക്കെ, WPRH ഒന്ന് വാട്ടർ, അതായത് ഈ ആദ്യത്തെ ഒക്കെ വെറ്റ്ലാൻഡാണ്. അപ്പോൾ അതിൽ നമുക്ക് കൂടുതലൊന്നും നോക്കാനില്ല. പിന്നെ അവസാനത്തെ ഈ പോയിൻ്റാണ് നമുക്കുണ്ട്. അപ്പോൾ 2021 വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ, 22 പീപ്പിൾ ആൻഡ് നേച്ചർ, വെറ്റ്ലാൻഡ് ആൻഡ് വാട്ടർ, പിന്നെ പീപ്പിൾ ആൻഡ് നേച്ചർ, പിന്നെ റിസ്റ്റോറേഷനുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്ന ഹ്യൂമൻ വെൽബീങ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. വേർ ഈസ് ഇന്ത്യസ് ഫസ്റ്റ് ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റ് ടു ബി ഹെൽഡ് ഓൺ February 16. ഇതിലത്തെ ആദ്യത്തെ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അത് എവിടെയാണ് നടക്കുന്നതാണ്? ഒന്ന് എ മാംഗ്ലൂർ, ബി കൊച്ചി, സി ചെന്നൈ, ഡി ഗോവ. സോ ദ കറക്റ്റ് ആൻസർ മാംഗ്ലൂർ. അടുത്താണ് വിച്ച് ഇന്ത്യൻ എയർപോർട്ട് അറ്റൈൻസ് ഇന്റർനാഷണൽ സ്റ്റാറ്റസ് റീസെൻ്റ്ലി? ഏത് ഇന്ത്യൻ എയർപോർട്ടിനാണ് ഇപ്പോൾ ഈ അടുത്ത് ഒരു ഇന്റർനാഷണൽ സ്റ്റാറ്റസ് പദവി കിട്ടിയത്? ഓപ്ഷൻ എ മാംഗ്ലൂർ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി സൂറത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സൂറത്ത്. ഇനി അടുത്തത് നമുക്ക് മൊത്തം എത്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉണ്ടെന്ന് നോക്കാം. ഇന്ത്യയിലാകെ മൊത്തം ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ എണ്ണം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 34 ഇന്ത്യയിലെ മൊത്തം ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 34. ഇനി കേരളത്തിലെയോ 4. അപ്പോൾ ഈ 3 മാറ്റിയാൽ നമുക്ക് 4 കിട്ടി. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ഇൻ്റർനാഷണൽ എയർപോർട്ട് 34, കേരളത്തിലെ 4. ഇനി ഏറ്റവും കൂടുതൽ എയർപോർട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, UP. ഓക്കെ, UP ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ഇൻ്റർനാഷണൽ എയർപോർട്ട് 34, മൊത്തം എയർപോർട്ട് 34, കേരളത്തിലുള്ളത് 4, ഏറ്റവും കൂടുതൽ UP. അടുത്ത് നോക്കാം. ഹൗ മെനി യൂത്ത് ഹാവ് രജിസ്റ്റേർഡ് ഇൻ ദ മേരാ യുവ ഭാരത് പോർട്ടൽ ഇൻ 3 months? മേരാ യുവ ഭാരത് എന്ന് പറയുക മൈ ഭാരത് എന്ന് പറഞ്ഞ ഒരു പോർട്ടലുണ്ട്. ആ പോർട്ടലിൽ എത്ര യുവാക്കളാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 1.75 crore, ഓപ്ഷൻ ബി 1.40 crore, ഓപ്ഷൻ സി 1.45 crore, ഓപ്ഷൻ ഡി 1.35 crore. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 1.45 crore ആൾക്കാർ, യുവാക്കൾ, യൂത്ത്മാർ മൈ ഭാരത് എന്ന് പറഞ്ഞ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. അടുത്താണ് ഹു വാസ് അപ്പോയിൻറ്റഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഫോർ ദ 3rd ടൈം? ഓപ്ഷൻ എ അമിത് ഷാ, ഓപ്ഷൻ ബി രാജേഷ് ചതുർവേദി, ഓപ്ഷൻ സി ജയ്ഷാ, ഓപ്ഷൻ ഡി രാഹുൽ ദ്രാവിഡ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിട്ട് 3ാം തവണ അപ്പോയിൻ്റ് ചെയ്ത വ്യക്തി ആരാണെന്നാണ്. ഓപ്ഷൻ സി ജയ്ഷാ ആണ് കറക്റ്റ് ആൻസർ. ഈ ജയ്ഷാ ഇപ്പം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, BCCI സെക്രട്ടറിയും കൂടിയാണ് ഇന്ത്യയുടെ. അടുത്താണ് വിത്ത് വിച്ച് കൺട്രി ഇന്ത്യ സൈൻഡ് ഡിഫൻസ് സെക്ടർ കൊളാബറേഷൻ പാക്ട്? ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് ഡിഫൻസ് അതായത് പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻ്റ് ഒപ്പിട്ടതെന്നാണ്. ഒന്ന് എ റഷ്യ, ഓപ്ഷൻ ബി US, ഓപ്ഷൻ സി സൗദി അറേബ്യ, ഓപ്ഷൻ ഡി ഒമാൻ. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഒമാൻ. അടുത്തത് വിച്ച് കൺട്രി റിസീവ് ദ മോസ്റ്റ് എയ്ഡ് ഫ്രം ഇന്ത്യ ആസ് പെർ ദ ബഡ്ജറ്റ്? ഏത് രാജ്യമാണ് ഇന്ത്യയിൽ നിന്നും കൂടുതലായിട്ട് ഫണ്ട് സഹായം, ഇന്ത്യയിൽ നിന്നും കൂടുതൽ സഹായം നേടിയത് ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രകാരം? ഓപ്ഷൻ എ നേപ്പാൾ, ഓപ്ഷൻ ബി മാൽഡീവ്സ്, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഭൂട്ടാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഭൂട്ടാൻ. അടുത്താണ് ഡിജിറ്റൽ ഡീടോക്സ് ഇനീഷ്യേറ്റീവ് ഫോർ എ റെസ്പോൺസിബിൾ ഗെയിമിംഗ് എൻവയോൺമെൻറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ബൈ ഡാഷ് ഗവൺമെൻറ്. ഒരു ഇനീഷ്യേറ്റീവാണ് ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഗെയിമിംഗ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏത് ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നതെന്നാണ്. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കർണാടക. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനാണ് ഏറ്റവും കൂടുതൽ ജില്ലകളുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്.
നമുക്കെല്ലാവർക്കും അറിയാം ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ്. കാരണം ഏറ്റവും വലിയ സ്റ്റേറ്റാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജില്ലകളും ഉത്തർപ്രദേശിൽ തന്നെയാവും ഉണ്ടാവുന്നത്. അപ്പോൾ എത്രയെന്ന് നോക്കാം. മൊത്തം യു പിയിലുള്ളത് 75 ജില്ലകളാണ്, 75 ഡിസ്ട്രിക്ട്സ്. രണ്ടാമത് മധ്യപ്രദേശാണ്, 55 ഡിസ്ട്രിക്ട്സ്. മൂന്നാമതുള്ള തമിഴ്നാട് 38 അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എത്രയാണെന്നുള്ളത്. എത്ര മൊത്തം 14 ജില്ലകളുണ്ട്. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഹാസ് ലോഞ്ച് ഉങ്ങളെ തേടി ഉങ്ങൾ ഊര് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് ഏത് സംസ്ഥാനമാണ് നിങ്ങളെ തേടി നിങ്ങളെ ഊരിലേക്ക് വരുന്നു എന്നുള്ള സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തമിഴ്നാട്. പിന്നെ തമിഴ്നാട് കൊണ്ടുവന്ന അടുത്തൊരു സ്കീമാണ്, ഇനീഷ്യേറ്റീവാണ് കലൈങ്കർ സ്പോർട്സ് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് കിറ്റ് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോഗ്രാം. അടുത്താണ് ഫോർ വിച്ച് ഏജ് ഗ്രൂപ്പ് ഡസ് നിർമ്മല സീതാരാമൻ അനൗൺസ് ദാറ്റ് ഇറ്റ് വിൽ പ്രൊവൈഡ് ഫ്രീ സെർവിക്കൽ ക്യാൻസർ വാക്സിനേഷൻ ടു ഗേൾസ് ആസ് എ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. സെർവിക്കൽ ക്യാൻസറിന് ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് ഒരു വാക്സിനേഷൻ പെൺകുട്ടികൾക്ക് ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്ന നിലയ്ക്ക് ഒരു ഫ്രീ വാക്സിനേഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ഇതിൽ പ്രഖ്യാപിച്ചിരുന്നു. അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10 to 14 years, ഓപ്ഷൻ ബി 8 to 11 years, ഓപ്ഷൻ സി 9 to 14 years, ഓപ്ഷൻ ഡി 8 to 15 years. കറക്റ്റ് ആൻസർ 9 to 14 years ഏജ് ഉള്ള കുട്ടികൾക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞാണ് ഇന്ത്യൻ നേവിയെ അടുത്ത് സെലിബ്രേറ്റ് ചെയ്തതാണ്. അതായത് 2024 എന്ന് പറയുന്ന ഒരു ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് എന്ന നിലയ്ക്ക് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2024 ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് എന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതാണ് ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ട്രൈ ചെയർമാൻ. പുതിയ ട്രൈൻ്റെ ചെയർമാൻ, അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ GC മുർമു, ഓപ്ഷൻ ബി AK ലഹോട്ടി, ഓപ്ഷൻ സി AK സിൻഹ, ഓപ്ഷൻ ഡി PD വഗേല. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി AK ലഹോട്ടി. അടുത്താണ് അറ്റ് വാട്ട് പ്രൈസ് ഡിഡ് ഇന്ത്യൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസസ് ഭാരത് റൈസ് ഇൻ 5 kilo and 10 kilo പാക്ക് ടു സ്റ്റെബിലൈസ് മാർക്കറ്റ് ത്രൂ കോഓപ്പറേറ്റീവ്സ്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഈ അടുത്ത് പ്രഖ്യാപിച്ചാണ് ഭാരത് റൈസ് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് മാർക്കറ്റിൽ വരുന്ന ഈ ഫ്ലക്ച്വേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഉണ്ടാക്കിയതാണ് ഭാരത് റൈസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഇനീഷ്യേറ്റീവ്. അത് 5 കിലോ 10 കിലോ പാക്കിലായിട്ടാണ് വരുന്നത്. ആ പാക്കറ്റുകളുടെ, അതായത് കിലോൻ്റെ വില എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് ഓപ്ഷൻ എ 28 per kilo, ഓപ്ഷൻ ബി ₹29 per kilo, ഓപ്ഷൻ സി ₹27 per kilo, ഓപ്ഷൻ ഡി ₹30 per kilo. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ₹29 per kilo. ഒരു കിലോന് 29 രൂപ എന്ന നിരക്കിലാണ് 5 കിലോൻ്റെയും 10 കിലോൻ്റെയും പാക്കറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്, ഭാരത് റൈസ് എന്ന പേരിൽ. അടുത്താണ് ഇന്ത്യ ഈസ് അക്വയറിംഗ് എ 31 MQ-9B ഡ്രോൺസ് ഫ്രം വിച്ച് കൺട്രീസ്. 31 MQ-9B ഡ്രോൺസ് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് മേടിക്കുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ UK, ഓപ്ഷൻ ബി US, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. So the correct answer option B US. അടുത്താണ് which team won Nagesh Trophy. നാഗേഷ് ട്രോഫി ജയിച്ചത് ആരാണെന്നാണ്. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ആന്ധ്ര, ഓപ്ഷൻ ഡി കർണാടക. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കർണാടക. ആന്ധ്രയെ പരാജയപ്പെടുത്തിയിട്ടാണ് നാഗേഷ് ട്രോഫി കർണാടക ജയിച്ചത്. അടുത്താണ് ഹു വാസ് അവാർഡഡ് വിത്ത് മഹാഗൗരവ് 2024 അവാർഡ്. ഓപ്ഷൻ എ നിഖിൽ മുകുന്ദ്, ഓപ്ഷൻ ബി നിഖിൽ അഗർവാൾ, ഓപ്ഷൻ സി നിഖിൽ റാണ, ഓപ്ഷൻ ഡി നിഖിൽ വാസുദേവ്. സോ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നിഖിൽ മുകുന്ദ്. അടുത്താണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ചില കറണ്ട് അഫയേഴ്സ് ഉണ്ടാക്കുകയാണെന്ന് നോക്കാം. ഈ അടുത്ത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിലെ ചീഫ് അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തതാണ് വ്യക്തിയാണ് പവൻകുമാർ.
അതുപോലെ തന്നെയാണ് ആർമി വൈസ് ചീഫ് ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഉപേന്ദ്ര ദ്വിവേദി എന്ന് നോക്കുക. അടുത്താണ് ഹെൽത്ത് സെക്രട്ടറി ആയിട്ട് വന്ന വ്യക്തിയാണ് അപൂർവ ചന്ദ്ര. അടുത്താണ് ബോട്ട്. നമുക്കറിയാം നമ്മുടെ ഹെഡ്ഫോൺസ് ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കമ്പനിയാണ്, ചെറുതല്ല അത്യാവശ്യം വലിയ തന്നെയാണ് ബോട്ട് എന്ന് പറയുന്ന കമ്പനി. അതിൻ്റെ ബ്രാൻഡ് അംബാസഡറും സ്റ്റോക്ക് ഹോൾഡറായിട്ട് മാറി രൺവീർ സിംഗ്. അടുത്താണ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആസാമിലാണ്. അതാണ് അടുത്തത് ഹ്യൂമൻ DNA ബാങ്ക് ആദ്യം ലോഞ്ച് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ BHU, അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. അടുത്തിടെ അമോണിയ ഗ്യാസ് ആയിട്ട് ഒരു ലീക്ക് നമ്മുടെ ചെന്നൈ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഒരു കമ്പനീൻ്റെ കോറമൻഡൽ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് ഫെർട്ടിലൈസർ കമ്പനിയിൽ നിന്നും അമോണിയ ഗ്യാസ് പുറത്ത് ഒരു ലീക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കമ്പനിയെ ഫൈൻ ചെയ്തിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. എത്രയെന്ന് ചോദിച്ചാൽ 5.92 കോടിയാണ് അതിന് ഫൈൻ ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ RBI പറയുന്നത്, RBI ഡാറ്റ ഇൻഡിക്കേറ്റ്സ് 97.5% റിട്ടേൺ ഓഫ് 2000 രൂപ നോട്ട് ടു സർക്കുലേഷൻ. അതായത് 2000 രൂപ നമ്മുടെ ഇവിടുന്ന് പിൻവലിച്ചല്ലോ, അപ്പോൾ അതിൽ 97.5% നോട്ടും തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. പിന്നെ നമുക്കറിയുന്നതാണ് ബൻവാരിലാൽ പുരോഹിത് പഞ്ചാബ് ഗവർണർ രാജിവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട്. മാത്രമല്ല ഉത്തരാഖണ്ഡ് പോലീസ് അഡോപ്റ്റ് സെൽഫ് ബാലൻസിങ് ഈ സ്കൂട്ടർ ഫോർ സ്മാർട്ട് പാട്രോൾ. സ്മാർട്ട് പാട്രോൾ, അത് പാട്രോൾ എന്ന് പറയുന്നത് നമുക്കറിയാം പെട്രോളല്ല, പാട്രോൾ റൗണ്ട് ചെയ്തിട്ടില്ലേ പോലീസുകാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സ്കൂട്ടർ അവർ കൊണ്ടുവന്നിട്ടുണ്ട് സെൽഫ് ബാലൻസിങ് ആയിട്ടുള്ള. അത് ഏത് സ്റ്റേറ്റ് പോലീസാണെന്ന് ചോദിച്ചാൽ ഉത്തരാഖണ്ഡാണെന്നും കൂടി നോക്കി നോക്കുക. അടുത്താണ് ഫോറിനായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് വിദേശത്തെ ചില കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വേദി ഗ്രാൻഡ് ഫിനാലെ എവിടെ നടക്കുന്നത് വെച്ചാൽ മെറ്റ് ലൈഫ് സ്റ്റേഡിയമാണ്, ന്യൂയോർക്കിലാണ് നോക്കുക. അടുത്താണ് യമൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് അഹമ്മദാബാദ് ബിൻ മുബാറക്ക്. അടുത്താണ് നോർത്തേൺ അയർലൻഡിലെ ആദ്യത്തെ മിനിസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ മൈക്കിൾ ഓനിയലാണ് നോക്കുക. പിന്നെ ഫസ്റ്റ് യൂറോപ്യൻ യൂണിയൻ നാഷൻ ടു ഓഫർ ഡിജിറ്റൽ വിസ ഓഫർ ചെയ്യുന്ന ആദ്യത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ്. അടുത്താണ് 2024 പാരീസ് ഒളിമ്പിക്സ്. ഈ കൊല്ലം ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നുള്ളൂ. 2020 മുമ്പ് നടത്തിയത്, അതായത് ജപ്പാൻ ഒളിമ്പിക്സ് അല്ല ടോക്കിയോ ഒളിമ്പിക്സ് എന്ന് പറയും അല്ലേ. പക്ഷേങ്കിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ 2021 കൊറോണ കാരണം. അപ്പോൾ അതിൻ്റെ ടോർച്ച് ബിയറായിട്ട് പോകുന്നത് അഭിനവ് ബിന്ദ്രയാണ്. അടുത്താണ് ഒരു അവാർഡാണ് ശങ്കർ സ്മൃതി അവാർഡ്. അത് നേടിയത് ഈശ്വരി പ്രസാദ് നമ്പൂതിരിയാണെന്ന് നോക്കാം. ശങ്കർ സ്മൃതി അവാർഡ് നേടിയത് ഈശ്വരി പ്രസാദ് നമ്പൂതിരി. അടുത്താണ് LTA ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡാണ്. SJFI സ്പോർട്സ് ജേർണലിസ്റ്റ് അവരൊക്കെ കൊടുക്കുന്നതാണ്. PT ഉഷയ്ക്കാണെന്ന് നോക്കാം. PT ഉഷ നമുക്കറിയാം രാജ്യസഭാ അംഗം കൂടിയാണ്. അടുത്താണ് നമീബിയൻ പ്രസിഡന്റ് ഹേഗ് ജിയൻഗോബ് അന്തരിച്ചിട്ടുണ്ട്. അത് നോക്കുക. ഹേഗ് ഗീവൻ എവിടുത്തെ പ്രസിഡൻ്റാണെന്ന് നോക്കിയാൽ ചോദിച്ചാൽ നമീബിയൻ ആണെന്ന് നോക്കുക. നമീബിയൻ. അടുത്താണ് കാൾ വെതർ, ഒരു ആക്ടറാണ്. കാൾ വെതർ റോക്കി എന്ന് പറയുന്നില്ല ഒരു ഫിലിമുണ്ട് നമ്മുടെ സിൽവസ്റ്റർ സ്റ്റാലിൻ്റെ ഒരു ബോക്സിംഗ് സിനിമ, അതിലത്തെ ഒരു താരമാണ് കാൾ വെതർ. അദ്ദേഹം അന്തരിച്ചു. അടുത്താണ് കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ജാർഖണ്ഡ് ഹൈക്കോടതിയിലെ പെർമനൻറ്റ് ജഡ്ജിയായിട്ട് ജസ്റ്റിസ് PK ശ്രീവാസ പ്രദീപ് കുമാർ ശ്രീവാസനെ അപ്പോയിൻ്റ് ചെയ്തു. അതേപോലെ തന്നെയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ പുതിയ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് റീതു ബഹാരി. അപ്പോൾ ജാർഖണ്ഡ് ഹൈക്കോടതിയിലെ പെർമനൻറ്റ് ജഡ്ജിയായിട്ട് PK ശ്രീവാസ, പ്രദീപ് കുമാർ ശ്രീവാസ. അതുപോലെ തന്നെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായിട്ട് റീതു ബഹാരി അപ്പോയിൻ്റ് ചെയ്തു. അടുത്താണ് ഹൂ ടോപ്സ് ഗ്ലോബൽ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024. ഹൂ ടോപ്സ് ഗ്ലോബൽ ബ്രാൻഡ് ഗാർഡിയൻഷിപ്പ് ഇൻഡെക്സ് 2024. ഓപ്ഷൻ എ മുകേഷ് അംബാനി, ഓപ്ഷൻ ബി C ചന്ദ്രശേഖർ, ഓപ്ഷൻ C നീത അംബാനി, ഓപ്ഷൻ D മുകേഷ് അംബാനി. സോ ദ കറക്റ്റ് ആൻസർ മുകേഷ് അംബാനി. അടുത്താണ് ഹൂ റഷ്യൻ കോസ്മെറ്റ് സെറ്റ് വിച്ച് റഷ്യൻ കോസ്മെറ്റ് സെറ്റ് വേൾഡ് റെക്കോർഡ് ഫോർ മോസ്റ്റ് ടൈം ഇൻ സ്പേസ്. ഏറ്റവും കൂടുതൽ കാലം റഷ്യ സ്പേസിൽ സമയം ചെലവഴിച്ചു. അതിൻ്റെ റെക്കോർഡ് നേടിയ റഷ്യൻ കോസ്മോനട്ട് ആരാണെന്നാണ് ചോദ്യം. ആസ്ട്രോനട്ട് അല്ല, റഷ്യക്കാരെ ആസ്ട്രോനട്ടിനെ വിളിക്കുന്ന പേരാണ് കോസ്മോനട്ട് എന്ന് പറയുന്നത്.
പിന്നെ അപ്പോൾ അത് ആർക്കാണ് ആ റെക്കോർഡ് കിട്ടിയെന്നാണ്. കറക്റ്റ് ആൻസർ ഒലെഗ് കോണോനെങ്കോ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ സമയം സ്പേസിൽ ചെലവഴിച്ച വ്യക്തിയുടെ പേരാണ് ഒലെഗ് കോണോനെങ്കോ. ഓലെഗ് എന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. റഷ്യൻകാരനാണ് എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ അടുത്താണ് ഹു റിലീസ് ദ ബുക്ക് ടൈറ്റിൽ 9 ഇൻക്രെഡിബിൾ യൂസ് ഓഫ് ഹരിയാന ഗവൺമെൻറ് ദ റൈസ് ഓഫ് എ ന്യൂ ആൻഡ് വൈബ്രൻറ്റ് ഹരിയാന. ഈ പേരിലുള്ള ഈ പുസ്തകം റിലീസ് ചെയ്ത ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി ദ്രൗപദി മുർമു, ഓപ്ഷൻ സി ജഗ്ദീപ് ധൻകർ, ഓപ്ഷൻ ഡി മനോഹർ ലാൽ ഖട്ടർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ജഗ്ദീപ് ധൻകർ. നമുക്ക് എല്ലാവർക്കും അറിയാം ജഗ്ദീപ് ധൻകർ ആരാണെന്നുള്ള വൈസ് പ്രസിഡൻ്റാണ് ഇന്ത്യൻ്റെ എന്നും കൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ കറണ്ട് അഫയേഴ്സ് ഫോർ February 1 to 5. If you have liked this video, just give a like button and also share with your friends, and don't forget to subscribe our channel and also give your valuable comments in the comment box. ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. February 1 മുതൽ 5 വരെയുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ അടുത്ത് 6 തൊട്ട് 10 വരെ അങ്ങനെ നമ്മൾ ഓരോന്നും കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വി വിൽ കം വിത്ത് എ ന്യൂ വീഡിയോ നെക്സ്റ്റ് ടൈം. താങ്ക് യു.